ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നമുക്ക് കാണണ്ടേ. നല്ല ഹെൽത്തി ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കിടന്നാലോ. നമുക്ക് ഫസ്റ്റ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ. ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കിയത് 1/4 കപ്പ്. ഇത് നല്ല നിങ്ങൾക്ക് കാണാം, കുറച്ച് തിക്കായിട്ടാണ് വെല്ലം നമ്മൾ ഉരുക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇതൊരു 1/4 കപ്പോളം ഇട്ടുണ്ട്. ഇതിന് ശേഷം 1/8 കപ്പ് ഓയിൽ, കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ട എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 1/4 കപ്പ് ഹോൾ വീറ്റ് ആട്ടയാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു നല്ല ഹെൽത്തി ഓപ്ഷൻ അല്ലേ. ഞാൻ മുമ്പ് ആട്ട കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. നമുക്ക് മൈദ ഷുഗറൊന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ വരാനായിട്ട്. ഇത് നമുക്ക് ഇനി ഒന്നൊരു 10 മിനിറ്റ് മാറ്റി. ഇനി നമുക്ക് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 1/4 ഭാഗം മാത്രം മിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഫസ്റ്റ് 1/4 ഭാഗം എല്ലാ ബൗളിൽ ഒന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് പീസസ് ആയിട്ട്, നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഏതെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴാണല്ലോ നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് ലാവ വരാം. ഇങ്ങനെ നടുക്കിലിട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. എളുപ്പമല്ലേ. നമ്മുടെ ബൗള് ഹാഫ് മാത്രം ഫില്ല് ചെയ്താൽ മതി, ഫുള്ളായിട്ട് ഒരിക്കലും ഫില്ല് ചെയ്യരുത്. എന്നുവെച്ചാൽ നമ്മുടെ കേക്ക് പൊന്തി വരാനുള്ള സ്ഥലം നമുക്ക് കൊടുക്കണം. അപ്പം നമുക്ക് കാണാം ഇത് നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കർ പ്രീ ഹീറ്റിന് വേണ്ടി 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബൗള് ഓരോന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കർ നമ്മൾ ഇത് വിസിലില്ലാണ്ടാണ് അടിക്കാൻ പോണത്. നല്ല ലോ ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റിങ്ങിന് 10 മിനിറ്റ്സും ലോ ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സും വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം
നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ? നിങ്ങളപ്പോൾ എന്തായാലും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് കാണാം സെൻറ്ററിൽ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.